ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു കാര്യം കാണിച്ചു തരാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് പോയി കണ്ടാലോ. അപ്പോൾ വീഡിയോ ഒന്നും വെച്ചില്ല. അപ്പോൾ കുറച്ച് ചീര ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നടന്ന് കണ്ടായിരുന്നു. അത് വലുതായി ശ്രദ്ധിക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ പപ്പയാണ് പറഞ്ഞത്. കുറച്ച് വളർന്നപ്പോഴാണ് ഞങ്ങൾ കണ്ടത്. എൻ്റെ ഷേപ്പ് ഞങ്ങൾ ക്വസ്റ്റ്യൻ മാർക്കിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞില്ല, അപ്പവും പോലും അറിഞ്ഞില്ല അങ്ങനെ നട്ടേന്ന്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന്, നിങ്ങളും കൂടെ ഷെയർ ചെയ്യാമെന്ന്. അതാണ് നമ്മുടെ വീഡിയോ. ഭയങ്കര ചെറിയ വീഡിയോ ആണ്. അപ്പം ഇത് ഞാൻ അപ്പം ആദ്യമേ ഒരു റൗണ്ടിൽ നട്ട്, എന്നിട്ട് ഓരോ നമ്മൾ പറിച്ച് നടത്തില്ല, അങ്ങനെ നട്ടതാണ്. പക്ഷെ അപ്പൂപ്പന് അറിഞ്ഞില്ലായിരുന്നു. അതായിരുന്നു നമ്മുടെ വീഡിയോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന്. അപ്പം നമുക്ക് കണ്ടല്ലോ. മഞ്ഞളാണ് ഇത്. അപ്പൂപ്പൻ നടാൻ വേണ്ടിയോ വെച്ചേക്കുന്നതാണ്. ഇത് ഫുൾ അത് റെഡി ചെയ്യായിരുന്നു. ഫുൾ ക്ലീൻ ചെയ്തെടുത്തു അപ്പൂപ്പൻ. ഞങ്ങൾ മഞ്ഞളരിവാണ് ഇത് പൊടിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് കാണിച്ചു തരാം. ഹലോ, അപ്പോൾ ഞങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ ഇൻട്രോയിൽ കണ്ട പോലെ ഒന്നും അല്ലല്ലോ ഇരിക്കുന്നത് അല്ലേ. രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഈവനിങ് ആയി. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. കുറച്ച് അരിഞ്ഞു കഴിഞ്ഞു. ഇത് പുഴുങ്ങി. പിന്നെ നടാനുള്ളത് അതിപ്പോഴേ നടത്തില്ല. അത് മഴയുടെ ആ ഒരു സീസൺ ആകുമ്പം, ആ ഒരു ടൈം ആകുമ്പോഴേ നടത്തുള്ളൂ. അപ്പം ഇത് പുഴുങ്ങി പൊടിക്കാനുള്ളതാണ്. അപ്പം അതിനു വേണ്ടി നമ്മൾ അരിയാണ്. അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. ഇനി ഇത്രയും കൂടെ അരിയാനുണ്ട്. ബാക്കി ഞാനിപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ കുറച്ച് അരിഞ്ഞത് സൈഡിലോട്ട് മാറ്റി വെച്ചു. അപ്പോൾ കുഞ്ഞതായിട്ട് അരിയണം. ഇനി കുറച്ചും കൂടെ അരിയാനുണ്ട്. അത് ഇത്രയേ ഉള്ളൂ. അപ്പം പോയി ഞങ്ങൾ ടെറസിൻ്റെ മണ്ടയ്ക്കിരുന്നാണ് കേട്ടോ ചെയ്യുന്നത്. എന്താണെന്നറിയത്തില്ല, ടെറസിൻ്റെ മണ്ടയ്ക്കിരുന്ന് ചെയ്തത്. അപ്പോൾ അപ്പം പോയി. അപ്പം കുളിക്കാനൊക്കെ പോവാണ്. അപ്പം രാവിലെ ഇതിൻ്റെ പുറകിൽ ഇരുന്നതായിരുന്നു. അപ്പോൾ ഞാനിത് ബാക്കിയും കൂടെ അരിയട്ടെ. ഒന്നും ആയിട്ടില്ല. ഞങ്ങൾ ഒത്തിരി അരിയാണ്ട് ഇത്ര അരിഞ്ഞു, എന്നിട്ടും ഒത്തിരി പോലെ കിടക്കുന്നു. അപ്പോൾ ഇതും കൂടെ ഒന്ന് അരിയണം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ സന്ധ്യ വേറെ അരിയാണ്. ഞങ്ങളിത് ഫുൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഒന്ന് കാണിച്ചു തന്നിട്ട് അപ്പോൾ ഞാൻ ഫുൾ അരിഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വേണ്ട അപ്പം വന്നു. തീരാറായിരുന്നു. അപ്പോൾ വന്നപ്പോഴത്തേക്കും ഞാൻ ഫുൾ അരിഞ്ഞു. നിറച്ചുണ്ട്. ഇനിയും കുറച്ചും കൂടെ ഉണ്ട്. അത് നമ്മൾ നടാൻ വേണ്ടി വെച്ചേക്കാണ്. അത് പുഴുങ്ങിയൊന്നുമില്ല. ഇതിപ്പോൾ കഴിഞ്ഞതിൽ 2-3 ദിവസം എടുത്ത് ഇത് ഉണങ്ങണം. ഉണങ്ങി കഴിഞ്ഞ് വീഡിയോ ഇത്രയുള്ളൂ. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് സജഷൻ പറയുക കേട്ടോ. നമുക്കത് ചെയ്യാവുന്നതാണ്. പിന്നെ ചേച്ചിയായിട്ടുള്ള ചലഞ്ചസ് ഇനിയും വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചേച്ചിക്ക് എക്സാം പിന്നെയും തുടങ്ങി. അപ്പോൾ മാർച്ചൊക്കെ ആകുമ്പോഴേ ചേച്ചിയുടെ എക്സാം തീരത്തുള്ളൂ. അപ്പം അതുവരെ നമ്മൾ ചാലഞ്ചസ് നമുക്ക് ഇടയ്ക്ക് വല്ലതും ചെയ്യാൻ നോക്കാം. ചേച്ചി വരത്തില്ല എക്സാം കഴിയാതെ. അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി ലേറ്റ് ആവുന്നത്. പിന്നെ അവിടെ ചീര എടുത്താനുണ്ട്. നമുക്ക് ചീരയും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്നും കാണുമെന്ന് തോന്നുന്നില്ല. കാരണം പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലും നല്ല ഷേപ്പ് ഉണ്ടായിരുന്നു, കറക്റ്റ് ഷേപ്പിലായിരുന്നു. പിന്നെ കുറച്ച് പറിച്ചു. അതുകൊണ്ട് ഇനിയും കാണുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ നടുവാണെങ്കിൽ ആദ്യം തൊട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ തന്നെയായിട്ട് കാണിച്ചു തരാം. പിന്നെ അപ്പൂപ്പന് കൃഷി ഇതൊക്കെ ഉള്ളൂ. പിന്നെ സീസൺ കഴിഞ്ഞുകൊണ്ട് എല്ലാം പറിച്ചു. നമുക്ക് എല്ലാം ഉണ്ടായിരുന്നു. കപ്പ, ചീനിക്കിഴങ്ങ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അപ്പൂപ്പൻ പറിച്ചു കഴിഞ്ഞു. സീസൺ കഴിയുമ്പോൾ അതൊന്നും ഉണ്ടാവില്ലല്ലോ. അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ അമ്മൂസ്.